ചോയ്സ് വെഡ്ഡിംഗ് കാസലിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം. നറുക്കെടുപ്പിലൂടെ നേടാം 1.5 ലക്ഷം രൂപ സമ്മാനം. ഓരോ 500 രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് 1 ലക്ഷം രൂപ. സെക്കൻഡ് പ്രൈസ് 10,000 രൂപ വീതം 5 പേർക്ക്. ഈ ഓഫർ ഏപ്രിൽ 30 വരെ മാത്രം. ഈ റംസാനും വിഷുവും ചോയ്സ് വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ. ചോയ്സ് വെഡ്ഡിംഗ് കാസൽ, ആമാനാമാൾ, എടപ്പാൾ. പൊന്നാനി നഗരസഭയിലെ 44-ാം വാർഡിലാണ് താഹ മസ്ജിദ് റോഡും കാണയുടെ നിർമ്മാണവും ഉദ്ഘാടനം നിർവഹിച്ചത്. വെള്ളക്കെട്ട് രൂക്ഷമായ കടലോര മേഖലയിൽ നിർമ്മാണ പ്രവൃത്തികൾക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നതെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 44-ാം വാർഡിലും തീരദേശ മേഖലയിലും നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതായും നഗരസഭാ ചെയർമാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു. നമ്മുടെ തീരപ്രദേശത്ത് റോഡുകളുടെ പുനരുദ്ധാരണം ലക്ഷ്യമാക്കിക്കൊണ്ട് നഗരസഭാ ഭരണസമിതി ലഭ്യമായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പരമാവധി റോഡുകൾ, പ്രത്യേകിച്ച് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന തീരദേശ മേഖലയിൽ കാനകൾ നിർമ്മിച്ച് അതോടൊപ്പം തന്നെ ഗതാഗത സൗകര്യത്തിനു വേണ്ടി അനുബന്ധമായ റോഡുകൾ കൂടി നിർമ്മിക്കുക എന്ന കാഴ്ചപ്പാടാണ് നഗരസഭാ ഭരണസമിതിക്കുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം, വളരെ കാലമായി പൊന്നാനിയിലെ ഈ 44-ാം വാർഡ് എന്ന് പറയുന്നത് വികസന മുരടിപ്പ് നേരിടുന്ന ഒരു വാർഡായിരുന്നു. അതിൽ നിന്ന് തികച്ചും മാറ്റം എന്നുള്ള നിലയ്ക്കാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനിവിടെ നിന്നും വിജയിക്കുന്നത്. ആ ഒരു അർത്ഥത്തിൽ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനും ഇവിടുത്തെ ആളുകളുടെ ക്ഷേമത്തിനും വേണ്ടി പരമാവധി കാര്യങ്ങൾ, പദ്ധതികൾ നമ്മുടെ ഈ പ്രദേശത്ത് നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നഗരസഭയിലെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടന്നു വരുന്നത്. അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ 2022-23 വാർഷിക പദ്ധതിയിൽ നിലവിൽ ഇവിടെ ഒരു കാന നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് വകയിരുത്തുകയും 23-24 വാർഷിക പദ്ധതിയിൽ പ്രത്യേകമായിട്ട് തന്നെ നിലവിലുണ്ടായിരുന്ന റോഡ് പുനരുദ്ധരിക്കുന്ന അതിനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി റോഡ് പുനരുദ്ധാരണ പ്രവർത്തനവും അങ്ങനെ 2 പ്രോജക്റ്റുകളുടെ നിർവഹണമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. എന്തായാലും ഈ പ്രദേശത്തുള്ള താഹ മസ്ജിദുമായി ബന്ധപ്പെട്ട് അതിനോട് ആ പരിസരത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായിട്ടുള്ള രീതിയിലാണ് ഈ റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. വാഹനങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ കടന്നു പോകാൻ, ഇവിടുത്തെ ആളുകൾക്ക് ശരിയായ രീതിയിൽ തന്നെ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതോടൊപ്പം തന്നെ മറ്റ് ഈ വാർഡിലെ വ്യത്യസ്തമായിട്ടുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള ഗതാഗത സൗകര്യമില്ലാത്ത ഇടവഴികൾ പോലും ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള പ്രവർത്തനം നഗരസഭാ ഭരണസമിതി ആലോചിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങളുമായി മുഴുവൻ നാട്ടുകാരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജീഷ് ഉപ്പാല, CDS പ്രസിഡന്റ് ആയിഷ തുടങ്ങിയ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു.